കോന്നിയിൽ, അതായത് പത്തനംതിട്ട ജില്ലയിൽ ഒരു പാറമടയിലുണ്ടായ വളരെ ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു അപകടം നമ്മൾ കണ്ടു. ആ അപകടം എന്ന് പറയുന്നത് അത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ, മലയാളികൾ ആരും യഥാർത്ഥത്തിൽ അവിടേക്ക് ഈ JCB ഓടിച്ച് ചെല്ലാൻ തയ്യാറാകുകയല്ല. അതായത് പുതിയ വഴി വെട്ടുകയാണ്. എന്തിനാണെന്നറിയോ? കൂടുതൽ പാറ ഖനനത്തിന് വേണ്ടി. ആ പാറമട കണ്ടാൽ തന്നെ ഭയമാവും. കാരണം അത്രത്തോളം ഉയരത്തിൽ ഇങ്ങനെ പാറ ഇങ്ങനെ എടുത്തേക്കാണ് ഇതുപോലെ. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു റോഡ് പോലെ ഒരു ഭാഗം ഉണ്ടാക്കിയിട്ട് അതിലൂടെ JCB ഓടിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും ആ ഒരു വഴി വെട്ടി അവിടെ പാറ ഖനനം നടത്തുക. ഇത് മൈനിങ്, റോക്ക് മൈനിങ്, ഇതാണ് അവിടെ നടത്താനായിട്ട് പോയത്. നമ്മുടെ മലയാളികളാരും ഇതിന് തയ്യാറാകത്തില്ല, ഇത് ഓടിച്ചുകൊണ്ട് പോകാൻ ആ വഴി കൂടെ. കാരണം എപ്പോൾ അപകടം, എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതി, ആ രീതിയിലാണ്. അത്ര ഇടുങ്ങിയ ന്യായമായിട്ടുള്ള ഒരു വഴിയിലൂടെ ഇത് ഓടിച്ച് കയറ്റി കൊണ്ടുപോവുകയാണ്. എന്ത് കഷ്ടമാണെന്നറിയോ? ഇതിന് വന്നതാരാ? അതിൻ്റെ സഹായിയായിട്ട് വന്നത് ഒരു ബീഹാറുകാരൻ. അതേപോലെ അത് ഓടിക്കാൻ വന്ന ഡ്രൈവർ എന്ന് പറയുന്ന അയാൾ ബീഹാറുകാരൻ. അവർ ഇതേപോലെ ഒന്നും അറിയാതെ ഇതും ഓടിച്ചുകൊണ്ട് വളരെ റിസ്ക്കിലാണ്. കാരണം എന്താണെന്നറിയോ? ഇവർ രണ്ടും പാവപ്പെട്ടവരാണ്. ബീഹാറിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്ത് എന്തെങ്കിലും ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റാനായിട്ട് പണം അയച്ചു കൊടുക്കണം. വളരെ കഷ്ടപ്പെടുന്ന ആളുകളാണ് അവർ. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് ഇവിടെ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാനമാണ്. അതുകൊണ്ടാണ് അവരിവിടെ വന്നേക്കുന്നത്. ഇവർ വന്നപ്പോൾ അത് നോക്കണം. അവർ നേരെ വന്നു, ഇതുപോലെ പോയി ഈ ഹസാഡസ് ആയിട്ടുള്ള ജോലി, അതായത് ഈ ജോലിക്ക് ആരും തയ്യാറാവത്തില്ല വേറെ ഇവരല്ലാതെ. കാരണം അവരെന്തും, കാരണം അവർക്ക് അത്രത്തോളം നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ വരുന്നത്. അവരെ ഈ ജോലിക്ക് നിയോഗിച്ചു, അവർ ഓടിച്ചുകൊണ്ട് പോയി. അവരിങ്ങനെ ഈ വഴി വെട്ടിക്കൊണ്ട് ഇങ്ങനെ പതുക്കെ മുമ്പോട്ട് പോയിട്ട് നീങ്ങിയപ്പോഴത്തേക്ക് മുകളിൽ നിന്ന് മുഴുവൻ ഭയങ്കര പാറകളാണ്. ആ പാറ നേരെ താഴേക്ക് വന്നിട്ട് ഈ JCBയുടെ മുകളിൽ അങ്ങ് പതിക്കുകയാണ്. അത് പതിച്ചിട്ട് ഒരാൾ ഇനി വെളിയിൽ, അതായത് സഹായി അങ്ങ് വെളിയിലായിപ്പോയി. അയാളുടെ കാലുകൾ മാത്രമുണ്ട് പാറയ്ക്കടിയിലായിട്ട് കിടക്കുകയാണ്. അയാളെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ആളുകൾ പോയി. അപ്പോൾ നടന്നപ്പോൾ റെസ്ക്യൂ ചെയ്യാൻ മരിച്ച് അയാളെ പുറത്തെടുത്തു. അയാളുടെ ശവശരീരം, മൃതദേഹമാണ് പുറത്തെടുക്കുന്നത്. പാറ കുറച്ച് മാറ്റിയിട്ട് എടുത്തു. അവിടെ ഇറങ്ങി ചെല്ലാൻ ഒക്കത്തില്ല. അപ്പോൾ ഈ റെസ്ക്യൂ ടീമിന് ഇവിടോട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല. കാരണം അത്ര റിസ്ക്കാണ്. കാര്യം എപ്പോഴും അന്നേരമൊക്കെ ഈ നടക്കുമ്പോഴെല്ലാം പാറ ഇങ്ങനെ മേളിൽ നിന്ന് വീണുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലായിട്ട്. ഇതിന് അശാസ്ത്രീയമായിട്ട് ഈ പാറമട ഇങ്ങനെ നടത്താൻ അനുവാദം കൊടുത്ത ജിയോളജി വകുപ്പ് അവർ സ്തുതിക്കേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ ലൈസൻസ് കൊടുത്ത അവിടുത്തെ പഞ്ചായത്ത്, അവരെയൊക്കെ നോക്കേണ്ടതാണ്. കാര്യം ഇത്രയും അപകടം, അവിടെ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നതാണ്. ഒരു പാവപ്പെട്ട സ്ത്രീ പറയുന്നത് കേട്ടു. അവരെ മോളിൽ അവർ താമസിക്കുന്ന ഇതിനടുത്ത് ഈ പാറമടയിൽ നിന്ന് കുറച്ച് മാറ്റിയ അവരുടെ വീട്ടിലെ ഇവിടെ ഈ പാറ പൊട്ടിക്കുമ്പോൾ വളരെ ഡൈനാമിറ്റൊക്കെ കയറ്റിയാണ് പൊട്ടിക്കുന്നത് കേട്ടോ. ജാക്ക് ഹാമർ വെച്ച് അങ്ങോട്ട് എടുത്തിട്ട് അതിനകത്തോട്ട് കയറ്റി അങ്ങ് പൊട്ടിക്കുമ്പോൾ അവരുടെ വീട്ടിൽ അവിടെ അലമാരയിൽ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം അങ്ങ് താഴെ വീഴുമെന്ന്. അവർ അടുപ്പിൽ അവർ വെച്ചിരുന്ന ഏതാണ്ട് ചീനച്ചട്ടിയിൽ ഏതാണ്ട് കറി വെക്കാനും കണ്ട് വെച്ചിരുന്ന സാധനം എല്ലാം കൂടെ നേരെ മറിഞ്ഞ് താഴെ വീഴും. കാരണം അത് ഓരോ വെടിക്കും അവർ ഈ കുഞ്ഞുങ്ങളെ മടി പിടിച്ച് കിടത്തി അവർ രാത്രി കാവലിരിക്കുക. അവർ ഭയന്ന് ഒരു വലിയ അവരുടെ വീടിൻ്റെ മുറ്റത്തൊരു വലിയ പാറ വന്ന് പതിച്ചു. അപ്പോൾ ഇവരിത് അവിടെ വിളിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്ന് അവർ വന്ന് JCB കൊണ്ടുവന്ന് ഇതങ്ങ് റിമൂവ് ചെയ്തുകൊണ്ട് പോയി. കാര്യം ഇത് ആരും കാണരുതല്ലോ, അതിനാ കാര്യം. അല്ലാതെ ഇവരെ നന്നാക്കാനൊന്നും അല്ല. എന്നിട്ട് ഇവരുടെ വീട്ടിൽ കയറി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ചോദിക്കുകയോ ഇവരെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ മനുഷ്യരെ ഉണ്ടല്ലോ, അവരുടെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു കാര്യമാണ് ഈ നടക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊക്കെ നിർത്തണം. കാരണം അടുത്തുള്ള അവർ മനുഷ്യരാണ് താമസിക്കുന്നതെന്ന്. അവിടെ ജനങ്ങൾ ഒത്തുകൂടിയെന്നല്ലേ അവർ റോഡ് തടയാനും ഒക്കെ ഇറങ്ങി, വേറെ മാർഗമില്ലാതെ. കാരണം അവർക്ക് അവിടെ ജീവിക്കാൻ നിവർത്തിയില്ലെന്ന് അവർ പറയുന്നത്. കാരണം അത്ര ഭയപ്പാടിലാണ് ഒരുപാട് കുടുംബങ്ങൾ അവിടെ കഴിയുന്നത് ഇതിനടുത്ത്. അത് പോയിക്കോട്ടെ. ഈ ബീഹാറികൾ ഇവരങ്ങോട്ട് ചെന്നു. ഒരാളെ ഞാൻ പറഞ്ഞില്ലേ, അയാളെ റെസ്ക്യൂ ചെയ്തതല്ല, അയാളുടെ മൃതദേഹം പാറക്കൂട്ടത്തിൽ നിന്ന് വലിച്ചെടുത്തു. ഇത് തന്നെ സംഭവിച്ചത്. മരിച്ചുപോയി, ആശുപത്രിയിലാക്കി, മോർച്ചറിയിലേക്കാക്കി. ഇനി അടുത്ത ആൾ
അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണെന്നുണ്ടെങ്കിൽ വന്ന് കരയാണ്, നെഞ്ചു പൊട്ടി കരയുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടു. ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അയാൾ വിളിച്ച് പറയുന്നുണ്ട്, ഇവൻ അയക്കുന്ന പണം കൊണ്ട് അവിടെ ജീവിക്കുന്നത്, ആ വീട് വെച്ചതൊക്കെ ഇവനെ വിചാരിച്ച് പണം അയച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ. അയാളുടെ അനിയനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇയാളെ അവസാനം എന്താണെന്നറിയോ, ഇതിനകത്ത് JCBയുടെ മുകളിൽ വീണ പാറയുണ്ടല്ലോ, അത്ര വലിയ പാറ വീണേക്കുന്നത്, ഇത് അങ്ങ് അമർത്തിപ്പോയി. ആ മനുഷ്യൻ അനുഭവിച്ച ആ മരണത്തിന് എന്തായാലും ഒരു 2 മിനിറ്റെങ്കിലും എടുത്തു കാണുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ ആ വേദന എന്ന് വെച്ചാൽ. ഇതങ്ങ് അമരുകയല്ലേ, ഒരാളെ പപ്പടം പരത്തുന്ന പോലെ പരത്തുകയാണ്. ആ രീതിയിലായിപ്പോയി. അപ്പോൾ ഇത് ഇന്നലെ ആ റെസ്ക്യൂ ടീം മുകളിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടിറങ്ങി അവർ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരുപാട് ചെറിയ പാറകളെല്ലാം അവർ കൈകൊണ്ട് തന്നെ താഴോട്ട് തള്ളിയിട്ടു. അവസാനം പിന്നെ ലോങ്ങാം ഉള്ള വലിയ ഒരു ക്രെയിൻ കൊണ്ടുവന്നിട്ട് ആണ് അത് കൊണ്ടുവരാനുള്ള താമസമായിരുന്നു ബുദ്ധിമുട്ട്. പക്ഷേ അത് വന്നു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് കാര്യം ശരിയാക്കിയത്. അത് ഞാൻ വന്ന് ബാക്കി പാറകളൊക്കെ തള്ളിയിട്ടു. അവസാനം വലിയ പാറ നീക്കിയപ്പോൾ ഈ ക്യാബിനകത്ത് ചതഞ്ഞരഞ്ഞ് കിടപ്പുണ്ട് ഈ പാവ മനുഷ്യൻ. അയാളുടെ ആ വിധി ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതുപോലെ ഹസാഡസ് ആയിട്ടുള്ളൊരു ജോലി, എത്രയോ സ്വപ്നങ്ങളുമായിട്ടാണ് ബീഹാറിൽ നിന്ന് ഇവിടെ വന്ന് ഈ ജോലി ചെയ്യുന്നത്. ആ കുടുംബം പുലർത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അയാൾ അതിനകത്ത് അവസാനം അയാൾക്കുണ്ടായ ദുർവിധി നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അതിൻ്റെ പുറയിൽ ഓരോരുത്തരുടെയും പുറയിൽ ഒരു വലിയ കഥയാണുള്ളത്, വലിയൊരു ചരിത്രം. കാരണം അവരെ അവശേഷിപ്പിച്ചിട്ട് വരുന്നത് അവരുടെ കുടുംബം, വിശാലമായ ഒരു കുടുംബത്തെയാണ്. അവരെ സംരക്ഷിക്കാൻ ഇവിടെ വന്ന് കഷ്ടപ്പെടുകയാണ്. നമ്മളിവരെ അവജ്ഞയോടുകൂടി നോക്കും. പക്ഷേ ഇവർ വരുന്നത് എല്ലാം ശരിയായ മനുഷ്യരാണ്, അവരെ കുടുംബം പോറ്റാൻ വേണ്ടി വരുന്നതാണ്. ആ ഒരു ചിന്ത നമുക്ക് വേണം. ഈ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, മരിച്ചുപോയ അദ്ദേഹത്തിന് ശരിയായ രീതിയിലുള്ള നഷ്ടപരിഹാരം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊടുക്കണം. ഈ 2 പേരുടെയും കുടുംബത്തിന് ശരിയായ നഷ്ടപരിഹാരം കൊടുക്കണം. അത് ഈ പാറമട നടത്തുന്ന ആൾ, ആ ബിസിനസ് നടത്തുന്ന ആളായാലും സർക്കാരായാലും ഇതിനകത്ത് ബാധ്യതയുണ്ട്, ചെയ്യണം, നിറവേറ്റണം.